ഓക്കെ, ഇത് 2024 ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന CGL-ന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മാർക്ക് സെക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. MNS ഇത് ടാങ്ക് ഫില്ല് ചെയ്യാനായിട്ട് 25, 50, 100 മിനിറ്റ് എടുക്കുന്നു റെസ്പെക്റ്റീവ്ലി. ഇനീഷ്യലി എന്നും എസ് ഓപ്പൺ ആണ് 10 മിനിറ്റത്തേക്ക്. ദെൻ പൈപ്പ് എൻ ഈസ് ഷട്ട് ബൈ എൻ ഈസ് ഓപ്പൺ, അതായത് N ക്ലോസ് ചെയ്യുകയും M ഓപ്പൺ ചെയ്യുകയും ചെയ്തു. പൈപ്പ് എസ് ഈസ് ക്ലോസ്ഡ് 15 മിനിറ്റ്സ് ബിഫോർ ദ ടാങ്ക് ഈസ് ഓവർഫ്ലോ, അതായത് ഈ ടാങ്ക് ഫില്ല് ചെയ്യുന്നതിന് 15 മിനിറ്റ് മുമ്പ് എസ് ക്ലോസ് ചെയ്തു. ഹൗ മച്ച് ടൈം വിൽ ടേക്ക് ടു ഫിൽ ദ ടാങ്ക് ഇഫ് 3 പൈപ്സ് വെയർ ഓപ്പൺ ഇൻ ദിസ് പാറ്റേൺ? അങ്ങനെ മൊത്തം എത്ര ടൈം ഈ ഒരു ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൈപ്പ് ലൈൻ സിസ്റ്റമാണ് എല്ലാം നമ്മൾ ചെയ്യുന്നത് എഫിഷ്യൻസി മെത്തേഡിലാണ്. അപ്പോൾ എഫിഷ്യൻസി മെത്തേഡിന് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ടാങ്കിന്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കും. അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്പേഴ്സ്, ഇവിടെ ഇപ്പോൾ ടൈമാണ് തന്നിരിക്കുന്നത്. ഈ ടൈമിന്റെ എന്തെടുക്കണം? LCM എടുക്കണം. LCM എടുത്ത് വെച്ച് കഴിഞ്ഞാൽ 100 എന്ന് പറഞ്ഞിരിക്കും. ഇനി ഇവർ എഫിഷ്യൻസി കണ്ടുപിടിക്കും. എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മിനിറ്റിൽ എമ്മിന് എത്ര ഫില്ല് ചെയ്യാൻ പറ്റും, ഒരു മിനിറ്റിൽ എന്നിന് എത്ര ഫില്ല് ചെയ്യാൻ പറ്റും, ഒരു മിനിറ്റിൽ എസിന് എത്ര ഫില്ല് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടുത്തെ എഫിഷ്യൻസി ആയിട്ട് നോക്കുന്നത്. അപ്പോൾ 25 മിനിറ്റ് 100 ആണെങ്കിൽ ഒരു മിനിറ്റിൽ 4. സിമിലർലി ഇവിടെ 2, 1 പറഞ്ഞ് കിട്ടും. ഇത് ഇവരുടെ എഫിഷ്യൻസി. ഇനി പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 10 മിനിറ്റ്. ആദ്യത്തെ 10 മിനിറ്റ് എന്നും എസും ആണ്. ആദ്യത്തെ 10 മിനിറ്റ്. അപ്പൊ ആദ്യത്തെ 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഈ എന്നും എസും കൂടി, എന്നിന്റെ എഫിഷ്യൻസി 2 ആണ്, അതുപോലെ തന്നെ നമ്മുടെ എസിന്റെ എഫിഷ്യൻസി 1 ആണ്. അപ്പൊ ഇതിന് രണ്ടിനും കൂടി ഒരു മിനിറ്റ് ഇവർ രണ്ടുപേരും കൂടി നിന്ന് കഴിഞ്ഞാൽ 3 ഫില്ല. അപ്പൊ 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ 3 × 10 30 ഫില്ല. ഇനി ബാക്കി ടാങ്കിൽ ഫില്ല് ചെയ്യാനുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 100 - 30 70 ബാക്കി ടാങ്കിൽ ഫില്ല് ചെയ്യാറുള്ളത്. ഓക്കെ, അതവിടെ. ഇനി പറഞ്ഞിരിക്കുന്നത് 10 മിനിറ്റ് കഴിയുമ്പോൾ എന്ന് ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ ഉള്ളത് എമ്മും എസും ആണ്. എമ്മും എസും ആണ് എന്ന് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ടാങ്ക് ഫില്ല് ചെയ്യുന്നതിന് 15 മിനിറ്റ് മുമ്പ്. ടാങ്ക് ഫില്ല് ചെയ്യുന്നതിന് 15 മിനിറ്റ് മുമ്പ് എസ് ക്ലോസ് ചെയ്തു. അപ്പൊ ആ ലാസ്റ്റ് 15 മിനിറ്റ് എം മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. ആ ലാസ്റ്റ് 15 മിനിറ്റ് എം മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ 15 മിനിറ്റ് കൊണ്ട് എമ്മിന് എത്ര ഫില്ല് ചെയ്യാൻ പറ്റുന്നത്? ഒരു മിനിറ്റ് എം നിന്ന് കഴിഞ്ഞാൽ 4 ഫില്ല്, 15 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ 60 ഫില്ല്. അപ്പോൾ ഓൾറെഡി നമുക്കിനി 70 ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു, അതിൽ 60 ഫില്ലായി. ബാക്കി 10. ഈ ബാക്കി 10 ആരായിരിക്കും ഫില്ല് ചെയ്തിട്ടുണ്ടാകുന്നത്? ഈ എമ്മും എസും കൂടി ആയിരിക്കും ഫില്ല് ചെയ്തിട്ടുണ്ടാകുന്നത് ഈ ഒരു ഗ്യാപ്പിൽ, അല്ലേ? അപ്പോൾ ആ ഒരു ടൈം നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, എമ്മും എസും കൂടി ഒരു മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ 4 × 1 5 ഫില്ലാകും. ബാക്കി പോയിട്ട് 5 ഫില്ലാകും. അപ്പൊ നമുക്ക് 10 ഫില്ല് ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കും നോക്കിയാൽ പോരെ? 2 മിനിറ്റ്. 2 മിനിറ്റ്. അപ്പൊ ടോട്ടൽ എത്ര ടൈം എടുത്തെന്ന് ചോദിച്ചിരിക്കുന്നത് 10ഉം 2ഉം 15, 27 മിനിറ്റ് ആയിരിക്കും ഈ ഒരു എൻ്റെ പ്രോസസ്സിനായിട്ട് എടുത്തിട്ടുണ്ടാകുന്ന ടൈം. 27 ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ആയിട്ട് എടുക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ എന്നും എസ് ആദ്യം 10 മിനിറ്റ്. 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ എഫിഷ്യൻസി 3 ആണ്, 30 ഫില്ല്. ടോട്ടൽ കപ്പാസിറ്റി 100 ആണ്. 100 ൽ 30 പോയി കഴിഞ്ഞാൽ 70 ഫില്ല് ചെയ്യാനുള്ളത്. ഇനി അവസാനത്തെ 15 മിനിറ്റ് ആര് മാത്രമായിരിക്കും? എം മാത്രമായിരിക്കും. എം ഒരു മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ 4 ഫില്ല് ചെയ്യും. അപ്പോൾ 15 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ 60 ഫില്ല് ചെയ്യും. അപ്പൊ 70 - 60, ഇനി 10 ഫില്ല് ആകാനുള്ളത്. ആ 10 എമ്മും എസും കൂടിയായിരിക്കും ഫില്ല് ചെയ്തിട്ടുണ്ടാവും. എമ്മും എസും കൂടിയായിരിക്കും ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് അതിനു വേണ്ടി എടുക്കുന്ന ടൈം 2 മിനിറ്റ് ആണ്. അപ്പൊ ടോട്ടൽ 10ഉം 15, 2, 27 ആയിരിക്കും ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്.